ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവജന ചിന്തയ്ക്കായി 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു എന്ന് വായിക്കുന്നു. ശൂന്യകാരത്തിയുടെ ജീവിതത്തിൽ ഗേഹസി എന്ന ദൈവദാസന് കടന്നു വന്നു. ആ വീട്ടിൽ ദുഃഖങ്ങളും വേദനകളും നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭമായിരുന്നു. കൂടെ പോകുന്ന ദൈവദാസൻ വിശുദ്ധനെന്ന് കണ്ടവന് വേണ്ടതെല്ലാം ക്രമീകരിച്ചു കൊടുത്തു. അങ്ങനെ വാഗ്ദത്തം നിവർത്തിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും ആ കുടുംബത്തിൽ വെളിപ്പെടുവാനിടയായി. പെട്ടെന്നാണത് സംഭവിച്ചത്. ആ കുഞ്ഞ് മരിച്ചു. അവൾ ബഹളം വെച്ചില്ല, തന്നെത്താനടിച്ച് കരഞ്ഞില്ല, പ്രാഗിയില്ല, ദോഷം പറഞ്ഞില്ല. ദൈവദാസനെയോ സഭയോ വിശ്വാസികളെയോ കുടുംബക്കാരെയോ സ്വന്തക്കാരെയോ ഭർത്താവിൻ്റെ കുടുംബത്തെയോ ഭാര്യയുടെ കുടുംബത്തെയോ കുഞ്ഞുങ്ങളെയോ ഒന്നും നോക്കി പ്രാഗിയില്ല. അവൾ ദൈവദാസനടുക്ക് ചെന്ന് കാര്യങ്ങളെ പറഞ്ഞു. അങ്ങനെ ദൈവദാസൻ കടന്നു വന്ന് വായോട് വായും കൈയോട് കൈയും മെയ്യോട് മെയ്യും ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ചൂട് കൊടുത്തപ്പോൾ ബാലൻ എഴുന്നേറ്റു. പ്രിയരെ, ഇന്ന് വരെ ജീവിക്കാത്ത ചില വിഷയങ്ങൾ, മരിച്ചു കിടക്കുന്ന വിഷയങ്ങൾ ജീവിക്കാൻ പോവുകയാണ് കേട്ടോ. വാഗ്ദത്ത നന്മകൾ ജീവിക്കും. ഏതെല്ലാം വിഷയങ്ങൾ മരിച്ചു കിടക്കുന്നുണ്ടല്ലേ. ചിലർക്ക് പറയാറുണ്ട്, എൻ്റെ വീട് പണി പൂർത്തീകരിക്കപ്പെട്ടില്ല, അത് തറകെട്ടി കിടക്കുന്നു. ചിലർ പറയാറുണ്ട്, വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളാണ്, ഞങ്ങൾ പിരിയാൻ പോവുകയാണ്. ചിലർ പറയാറുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു, അവൾക്ക് ജോലിയായി, വിവാഹം കഴിഞ്ഞു, ഒരു കുഞ്ഞില്ല, ഭാരപ്പെടുന്നു അല്ലേ. അങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്. കടങ്ങളും കടബാധ്യതകളും ബാങ്കിൽ നിന്ന് ലോണെടുത്തിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കിട്ടുന്നില്ല. കട്ടിലേക്ക് കിടക്കുക, മരിച്ചു കിടക്കുക, ജീവനില്ലാതെ കിടക്കുകയാണ്. എന്നാൽ ജീവിക്കുമോ? കർത്താവിൻ്റെ ശക്തി, അത്യന്ത ശക്തി അതിന്മേൽ വന്നപ്പോൾ, ഏലിശായിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അല്ലേ, അപ്പോസ്തലനായ പൗലോസ് ആ വിറക് കൂട്ടി തീയുടെ ചൂട് നിമിത്തം അണലി കയ്യെ ചുറ്റി, എന്നാൽ അതിനെ കുടഞ്ഞു കളഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ അതിനെ കുടഞ്ഞു കളഞ്ഞപ്പോൾ അല്ലേ വിടുതലാകുവാനിടയായി തീർന്നു. അവിടെ നിൽക്കുന്നവരെല്ലാം അതിശയിച്ചതുപോലെ ഇവിടെ ഒരു ദൈവപ്രവൃത്തി. അതെ, നിങ്ങളെ കണ്ടവരും നിങ്ങളെ കണ്ടിട്ടുള്ളവരും നിങ്ങളുടെ ബന്ധുക്കാർ, സ്വന്തക്കാർ, ചാർച്ചക്കാർ, സഭക്കാർ, വിശ്വാസികൾ എല്ലാവരുടെയും മുമ്പിൽ ഒരു മാന്യത ദൈവം ഒരുക്കാൻ പോവുകയാണ് കേട്ടോ. ദൈവം ശക്തനാണ്, ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. ആമേൻ.